നമസ്കാരം. ബംഗ്ലാദേശിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വാർത്ത ആ നാട്ടിലെ ഏറ്റവും പഴക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയെ അവിടുത്തെ ഏറ്റവും പുതിയ സർക്കാർ നിരോധിച്ചിരിക്കുന്നു എന്നാണ്. ബംഗ്ലാദേശിലെ ഏറ്റവും പഴക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പേര് അവാമി ലീഗ് എന്നാണ്. അവാമി ലീഗ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ പാർട്ടിയാണ്. മുജീബുർ റഹ്മാൻ്റെ മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിൽ അഭയം തേടി വന്ന് സുരക്ഷിതമായി ഇന്ത്യയിൽ കഴിയുന്ന ഷെയ്ഖ് ഹസീനയുടെയും പാർട്ടിയാണ്. അവാമി ലീഗ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് ഇപ്പോഴൊന്നുമല്ല, ഇന്ത്യയോടൊപ്പം പിറന്ന പാർട്ടിയാണ്. സത്യത്തിൽ ഈ 1949 ഇപ്പോൾ അതിനു മുമ്പ് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികളെ ഉണ്ടായിരുന്നുള്ളൂവല്ലോ. സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ്. ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒന്ന് സർവേ ഇന്ത്യ മുസ്ലിം ലീഗും, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. മുഹമ്മദ് അലി ജിന്ന നയിച്ച മുസ്ലിം ലീഗും ഈ മഹാത്മാഗാന്ധി നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആയിരുന്നല്ലോ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ. മുസ്ലിം ലീഗിൻ്റെ ലാഹോർ പ്രമേയത്തോടെ പാകിസ്ഥാൻ എന്ന ആവശ്യമുയർന്നു, ദ്വിരാഷ്ട്രവാദം ഉയർന്നു. അങ്ങനെയാണ് 1947 ആഗസ്റ്റ് മാസം 14 രാത്രി പാകിസ്ഥാൻ ഉണ്ടാകുന്നു, 15 ഇന്ത്യയും ഉണ്ടാകുന്നു. അങ്ങനെയാണല്ലോ ഇന്ത്യയെ വിഭജിക്കുന്നത്. ഇന്ത്യ വിഭജിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളും വിഭജിക്കപ്പെട്ടു. തീർച്ചയായിട്ടും അന്നുണ്ടായിരുന്ന മുസ്ലിം ലീഗ് രണ്ടായിട്ട് പിളർന്നു. ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് നിന്ന കാലത്തെ മുസ്ലിം ലീഗ് രണ്ടായി. അപ്പോൾ ഒന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായിട്ട് പിൽക്കാലത്ത് പേര് മാറ്റി. അത് അവശേഷിച്ച ഇന്ത്യയിലെ മുസ്ലിം ലീഗിനെ ഇന്ത്യൻ യൂണിയൻ, അതാണ് ഇന്നത്തെ IUML. 48 മാർച്ച് മാസം 10 വരെ അവർക്ക് ആ പേരുണ്ടായിരുന്നില്ല. ആ തീയതിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായത്. അപ്പുറത്ത് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നിലനിർത്തുകയും ചെയ്തു. 49 പക്ഷേ പാകിസ്ഥാൻ ഒരു രാജ്യമാണെങ്കിലും രണ്ട് ദിക്കുകളിലാണ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പാകിസ്ഥാനും ഈ വടക്ക് കിഴക്ക്, അതാണ് കിഴക്കൻ പാകിസ്ഥാൻ എന്ന പേരിൽ അന്ന് അറിയപ്പെട്ടിരുന്ന പിൽക്കാലത്തെ ബംഗ്ലാദേശും. അന്ന് തന്നെ ഈ ബംഗ്ലാദേശിൽ ജീവിക്കുന്ന മുസ്ലിം ലീഗ്, രണ്ടുപേരുടെയും പാർട്ടി മുസ്ലിം ലീഗാണ്. രണ്ട് പ്രദേശങ്ങളും കൂടി ചേർന്നാണ് മുസ്ലിം ലീഗിൻ്റെ വലിയ നേതാക്കന്മാരൊക്കെ നയിച്ചിരുന്നത്. ആ പാർട്ടി പക്ഷേ അന്ന് 1949 മുസ്ലിം ലീഗിൽ അങ്ങനെ ഒരു പിളർപ്പുണ്ടായി. സൗകര്യത്തിന് വേണ്ടി അന്ന് പറഞ്ഞത് ഈ മുന്നോട്ട് പോകാനുള്ള സംഘടനാ സൗകര്യത്തിന് വേണ്ടി 47 പാകിസ്ഥാനുണ്ടായി, 48 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായി, 49 കിഴക്കൻ പാകിസ്ഥാന് വേണ്ടി ഒരു ലീഗ് ഉണ്ടായി. ആ ലീഗിൻ്റെ പേര് ഈസ്റ്റ് പാകിസ്ഥാൻ അവാമി മുസ്ലിം ലീഗ് എന്നാണ്, AML. ഈസ്റ്റ് പാകിസ്ഥാന് വേണ്ടിയുണ്ടായ, അപ്പോൾ പഴയ മുസ്ലിം ലീഗിനെ ബംഗ്ലാദേശിൻ്റെ ഭാഗത്ത്, കിഴക്കൻ പാകിസ്ഥാൻ്റെ ഭാഗത്ത് മാത്രമായിട്ട് സംഘടിപ്പിച്ചതാണ് ഈസ്റ്റ് പാകിസ്ഥാൻ അവാമി മുസ്ലിം ലീഗ്. അത് 1949 ഉണ്ടായത്. പിന്നീട് നമുക്കറിയാവുന്നതുപോലെ ഈ കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ഒരുമിച്ച് പോയില്ല. 1971 ബംഗ്ലാദേശ് വിമോചന സമരം ഉണ്ടായി. ഇന്ത്യ ബംഗ്ലാദേശിനെ സഹായിച്ചു, കൊടിയ യുദ്ധമുണ്ടായി. അങ്ങനെ ബംഗ്ലാദേശ് സ്വതന്ത്രമായി. അപ്പോൾ 1971 മുതൽ ബംഗ്ലാദേശ് എന്ന മറ്റൊരു രാജ്യമായി. ഈസ്റ്റ് പാകിസ്ഥാൻ അല്ല, ബംഗ്ലാദേശ് തന്നെയാണ്. അങ്ങനെ വന്നപ്പോഴാണ് പാകിസ്ഥാൻ്റെ അവിടെ തീർച്ചയായിട്ടും അവാമി ലീഗ് ഈ പേരിലാണ്. അവാമി ഈസ്റ്റ് പാകിസ്ഥാൻ അവാമി മുസ്ലിം ലീഗാണ് ബംഗ്ലാദേശ് വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. ഷെയ്ഖ് മുജീബുർ റഹ്മാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ബംഗബന്ധു എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ഇന്ത്യയുടെയും ഇന്ദിരാഗാന്ധിയുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. നമ്മുടെ സഹായം കൊണ്ടാണ് അദ്ദേഹം ജയിച്ചു കയറിയത്, ബംഗ്ലാദേശ് ഉണ്ടായത്. അതൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് ബംഗ്ലാദേശ് മുന്നോട്ട് പോകുമ്പോൾ, സ്വതന്ത്ര ബംഗ്ലാദേശ് മുന്നോട്ട് പോകുമ്പോഴാണ് 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ 1975 അവിടെ രണ്ട് പാർട്ടികൾ തമ്മിൽ, ഈ മുസ്ലിം ലീഗ് എന്ന ഈ സാമുദായിക പാർട്ടി എന്ന അവസ്ഥയിൽ നിന്ന് കുറേ കൂടി വിപുലമായൊരു സംവിധാനത്തിലേക്ക് ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയം വളർന്നത്. 1975 അവിടെ നേരത്തെ ഉണ്ടായൊരു പാർട്ടി ഉണ്ടായിരുന്നു, പ്രാദേശികമായൊരു പാർട്ടിയാണ് ബംഗ്ലാദേശ് കൃഷക് ശ്രമിക് അവാമി ലീഗ്. നേരത്തെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ബംഗ്ലാദേശിലെ കർഷകരുടെ ഒരു സംഘടന എന്ന രീതിയിൽ ബംഗ്ലാദേശ് കൃഷക് ശ്രമിക്, കർഷക തൊഴിലാളികളുടെ ഒരു പാർട്ടി എന്ന മട്ടിലാണ് അവാമി ലീഗ് എന്നൊരു പാർട്ടി അവിടെ ഉണ്ടായിരുന്നു. ഈ പാർട്ടിയും ഈസ്റ്റ് പാകിസ്ഥാൻ അവാമി മുസ്ലിം ലീഗും കൂടി ലയിച്ചു 1975. എന്നിട്ട് ചുരുക്കപ്പേരിൽ രണ്ടിലും അവാമി ലീഗ് ഉണ്ട്. രണ്ടിലും അവാമി ലീഗ് എന്നുള്ള പേരുള്ളത് കൊണ്ട് ഇവർക്ക് എളുപ്പമായി ഈസ്റ്റ് പാകിസ്ഥാൻ വെട്ടിക്കളഞ്ഞു. അതുപോലെ ബംഗ്ലാദേശ് കൃഷക് ശ്രമിക് ഒക്കെ വെട്ടിക്കളഞ്ഞിട്ട് രണ്ടു കൂട്ടർക്കും സ്വീകാര്യമായ രണ്ട് വാക്ക് രണ്ടിലും ഉണ്ടായിരുന്നു, രണ്ട് പേരിലും ഉണ്ടായിരുന്നു. അതാണ് അവാമി ലീഗ്. അങ്ങനെയാണ് 1975 അവാമി ലീഗ് ഉണ്ടാകുന്നത്. അതാണ് പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പഴക്കമുള്ള പാർട്ടി എന്ന് പറയുന്നത്. ഈ ഒരു ചരിത്രം ഉള്ളതുകൊണ്ടാണ് ആ പാർട്ടിയെ ഇപ്പോൾ അവിടെ ഭരിക്കുന്ന
ബംഗ്ലാദേശിൽ ഭരിക്കുന്ന പാർട്ടി ഇപ്പോൾ അറിയാമല്ലോ നമുക്ക്, പാർട്ടി അല്ല യഥാർത്ഥത്തിൽ, അതൊരു ഒരു ഒരു താൽക്കാലിക ഭരണകൂടമാണ്. അത് യഥാർത്ഥത്തിൽ അമേരിക്കൻ പിന്തുണയോടുകൂടി അവിടെ ഭരിക്കുന്നൊരു പാവ സർക്കാരാണ്. അമേരിക്ക അവരുടെ താല്പര്യപ്രകാരം നോബൽ പ്രൈസ് കൊടുത്ത മുഹമ്മദ് യൂനുസ് എന്ന ശാസ്ത്രജ്ഞനാണ്, സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് നയിക്കുന്നത്. അദ്ദേഹത്തെ വിളിക്കുന്നത് അവിടുത്തെ മുഖ്യ ഉപദേഷ്ടാവ് എന്നാണ്. ആരുടെ ഉപദേഷ്ടാവ്? അമേരിക്കയുടെ ഉപദേഷ്ടാവാണോ അതല്ല ബംഗ്ലാദേശിൻ്റെ ഉപദേഷ്ടാവാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹം അധികാരത്തിൽ വരാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉപദേശപ്രകാരമാണ് വലിയ കലാപം നടന്നത് കഴിഞ്ഞ കൊല്ലം. നമുക്കറിയാം ബംഗ്ലാദേശിലുണ്ടായിരുന്ന വലിയ കലാപം 2024 ജൂലൈ മാസത്തിലും ആഗസ്റ്റ് മാസത്തിലുമായിട്ട് വലിയ കലാപം ബംഗ്ലാദേശിൽ നടന്നു. ആ കലാപത്തിൽ 1400-ലേറെ പേര് മരിച്ചു എന്നാണ് ഔദ്യോഗിക കണക്ക്. ആ കലാപം ആർക്കെതിരായിട്ടാണ്? ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടത്തിനെതിരായിട്ട്. അവാമി ലീഗിൻ്റെ നേതാവായിരുന്ന ഷെയ്ഖ് ഹസീന സാമാന്യം മോശമില്ലാത്ത തരത്തിൽ ബംഗ്ലാദേശിനെ പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അവാമി ലീഗിനെതിരായിട്ടാണ്. അതിന് നിസ്സാരമായ കാരണമാണ് പറഞ്ഞത്. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പാർട്ടി എന്ന നിലയിൽ അവാമി ലീഗിൻ്റെ പ്രവർത്തകന്മാർക്ക് അവിടുത്തെ തൊഴിലിൽ ഒരു സംവരണം ഉണ്ടായിരുന്നു. ആ സംവരണത്തിനെതിരായുള്ള വലിയ കലാപമായിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. അത് എടുത്തു കളയാൻ അവർ സന്നദ്ധയായി, എന്നിട്ടും കലാപം തുടർന്നു. കാരണം കലാപത്തിൻ്റെ കാരണം അതായിരുന്നില്ല, അവാമി ലീഗിൻ്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ആഗോള തീരുമാനമായിരുന്നു അത്. എന്തായാലും അങ്ങനെ അട്ടിമറിക്കപ്പെട്ടു. ആ ഭരണകൂടത്തിൽ നിന്ന് പ്രാണനും കൊണ്ട് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് ഓടി വന്നു. ഇന്ത്യ അഭയം കൊടുത്ത് ഇന്ത്യയിൽ ഇപ്പോൾ അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരായി ഇപ്പോൾ പുതിയ ബംഗ്ലാദേശ് ഭരണകൂടം ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഇപ്പോഴും തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് നടത്താൻ അവർക്ക് കാലമായിട്ടില്ല. സത്യത്തിൽ കലാപം തീർന്നു, സമാധാന അന്തരീക്ഷം വന്നു എന്ന് എത്രയും വേഗം ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് ജനാധിപത്യ പ്രക്രിയയിലൂടെ വീണ്ടും ആരാണോ തിരഞ്ഞെടുക്കപ്പെടുന്നത് അവർ ഭരിക്കുകയാണ് വേണ്ടത്. പക്ഷേ അത് സാധ്യമല്ല എന്ന് വന്നിരിക്കുന്നു. അവിടെ ഇപ്പോഴും അവിടെ കലാപം നടക്കുകയാണ്, പലതരത്തിലുള്ള കലാപങ്ങൾ. അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണം. ഒരു മതേതര സ്വഭാവത്തിൽ ഏതാണ്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ബംഗ്ലാദേശിനെ, സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ബംഗ്ലാദേശിനെ കലാപക്കളമാക്കി മാറ്റിയിരിക്കുന്നു പുതിയ ഭരണകൂടം. വിദ്യാർത്ഥികളെയാണ് രംഗത്തിറക്കിയത്. ഈ മുഹമ്മദ് യൂനുസാണ് അതിന് ഉപദേശം നൽകിയത്. അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് എന്ന പ്രയോഗം നമ്മൾ ഏറ്റവും ഒടുവിൽ കേട്ടത് അവിടുന്നാണ്. ജോർജ് സോറസിനെ പോലുള്ള വലിയ കലാപ ഭീമന്മാർ, ഡീപ് സ്റ്റേറ്റ് ആചാര്യന്മാർ കൊണ്ടുപോയി പണമൊഴുക്കി ഈ കലാപം നടത്തുകയാണ് ഉണ്ടായത്. കലാപം നടത്തിയെടുത്തു, ഭരണകൂടത്തെ അട്ടിമറിച്ചു എന്ന് പറയാം. ആ ഭരണകൂടത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നടപടിയാണ്. അവിടെ ഒരു ട്രിബ്യൂണൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു തീരുമാനം അതാണ്. ഈ മുഹമ്മദ് യൂനുസിൻ്റെ ഭരണം വന്നതിന് ശേഷം ബംഗ്ലാദേശിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം, അവിടെ ഒരു ICTBD എന്ന് പറയുന്നൊരു ട്രിബ്യൂണൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ഓഫ് ബംഗ്ലാദേശ്. ഇൻ്റർനാഷണൽ എന്നാണ് പേര്. എന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ എന്തിനാണ് ഉണ്ടാക്കിയെന്നറിയോ? ബംഗ്ലാദേശിലെ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയിട്ട് ഉത്തരവാദപ്പെട്ടവരെ ശിക്ഷിക്കാൻ. ഏതായി കുറ്റകൃത്യം? 2024 ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ അവിടെ നടന്ന കലാപം, 1400 പേരുടെ മരണത്തിനിടയാക്കിയ കലാപം. ആ കലാപത്തിലെ കുറ്റവാളികൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് കുറ്റവാളികളെ ശിക്ഷിക്കാനും പ്രോസിക്യൂട്ട് ചെയ്യാനും അവരെ കൊല്ലേണ്ടവരെ കൊല്ലാനും നാടുകടത്തേണ്ടവരെ നാടുകടത്താനും ഒക്കെ ആയിട്ട് ഒരു ട്രിബ്യൂണൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ട്രിബ്യൂണലിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ട്രിബ്യൂണലിൻ്റെ മുമ്പിൽ ഒരുപാട് പേരെ, അവാമി ലീഗിൻ്റെ സീനിയർ നേതാക്കളെ മുഴുവൻ തടവിലിട്ടിട്ടുണ്ട്. പലരും കോടതിയിൽ കയറി ഇറങ്ങുന്നു, വിചാരണ നേരിടുന്നു. ഈ ഷെയ്ഖ് ഹസീനക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയെ കിട്ടിയാൽ അരച്ചു കലക്കി കുടിക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി ബംഗ്ലാദേശിലെ ഈ യൂനുസ് ഭരണകൂടം കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് ഏറ്റവും ഒടുവിൽ കണ്ട എല്ലാം പ്ലാൻഡാണ്. ഏറ്റവും ഒടുവിൽ ഇതുകൊണ്ടൊന്നും ആയില്ല. ബംഗ്ലാദേശിൽ കഴിഞ്ഞ 3 ദിവസമായ ദേശീയ പ്രക്ഷോഭം, വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ്. എന്താണെന്നറിയോ ദേശീയ പ്രക്ഷോഭത്തിൽ യഥാർത്ഥത്തിൽ ആരാണോ കഴിഞ്ഞ 2024 ജൂലൈ ആഗസ്റ്റ് മാസത്തിലെ കലാപത്തിന് ആരൊക്കെയാണോ ഉത്തരവാദികൾ, അതിൽ വഴിവിട്ട നിയമം കയ്യിലെടുത്തത് ആരൊക്കെയാണോ കുറ്റവാളികൾ, അവരെ കണ്ടെത്തി ആരായിരുന്നാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിലും സാധാരണഗതിയിൽ ഒരു രാജ്യത്തുണ്ടാകുന്ന ഇത്തരം സമരങ്ങളെ, രാഷ്ട്രീയ സമരങ്ങളെ ഒരു പ്രതികാര ബുദ്ധിയോടെ പിന്നീട് അന്വേഷണ കമ്മീഷനും വെച്ച് കണ്ടെത്തി നടപ്പാക്കുന്നത് എന്തുമാത്രം പ്രായോഗികമാണ് എന്ന കാര്യം തർക്കമുണ്ട്. എന്നാലും അങ്ങനെ നടക്കാറുണ്ട് ലോകത്തിൽ. ഇന്ത്യയിൽ പോലും പല കലാപങ്ങളും അങ്ങനെ നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് അവസാനിപ്പിക്കാനല്ലേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ 3 ദിവസമായി അവിടെ ഒരു പ്രക്ഷോഭം നടന്നു. എന്തിനാ പ്രക്ഷോഭം എന്നറിയോ? ട്രിബ്യൂണലിൻ്റെ നടപടി അതിൻ്റെ വഴിക്ക് പോട്ടെ, പക്ഷേ ട്രിബ്യൂണൽ വിചാരണ പൂർത്തിയാകുന്നത് വരെ അവാമി ലീഗ് പ്രവർത്തിക്കാൻ പാടില്ല. അവാമി ലീഗ് ഭരണത്തിലിരുന്നത് കൊണ്ടാണ് നാട്ടിൽ കലാപം ഉണ്ടായത്. അവരുടെ ജനവിരുദ്ധ നടപടികൾക്കെതിരായിട്ടാണ് കലാപം ഉണ്ടായത്. അതുകൊണ്ട് അവാമി ലീഗിനെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു പ്രക്ഷോഭം.
പ്രക്ഷോഭം ഉണ്ടാകേണ്ട താമസം തീരുമാനമെടുത്തിരിക്കുന്നു. മുഹമ്മദ് യൂനിസ് ഉടനെ തീരുമാനമെടുത്തു, അവാമി ലീഗിനെ നിരോധിച്ചു. എങ്ങനെ നിരോധിച്ച? അവാമി ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പഴക്കമുള്ള, ദീർഘകാല ഭരണപരിചയമുള്ള, അവിടുത്തെ ഏറ്റവും സീനിയറായ നേതാക്കന്മാരുള്ള പാർട്ടിയെ നിരോധിച്ചു എന്ന് പറഞ്ഞാൽ ഓഫ്ലൈനിലും ഓൺലൈനിലും. അതാണ് പുതിയ നിരോധനത്തിൻ്റെ പ്രത്യേകത. ഓഫ്ലൈനിലായാലും പുറത്ത് പ്രകടനം നടത്താൻ പാടില്ല, കൊടി പിടിക്കാൻ പാടില്ല, പാർട്ടി ഓഫീസുകൾ പ്രവർത്തിക്കാൻ പാടില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഓൺലൈനിൽ പോലും ഒരു സന്ദേശം അയക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവാമി ലീഗ് എന്ന ഒരു അനക്കം ഇനി ബംഗ്ലാദേശിൽ ഉണ്ടാവാൻ പാടില്ല. ഇതാണ് തീരുമാനം. 3 ദിവസത്തെ പ്രക്ഷോഭം വളരെ കൃത്യമായി സംഘടിപ്പിച്ചതാണ്. അത് വളരെ ആസൂത്രിതമായിരുന്നു. അതിൻ്റെ ശേഷമുള്ള തീരുമാനവും ആസൂത്രിതമാണ്. ഏതുവരെയാണ് നിരോധനം അത് ഓർക്കണം. അവാമി ലീഗ് ഇനി ബംഗ്ലാദേശിൽ ഇല്ല. ഏതുവരെ? ഈ ICTBD എന്ന് പറയുന്ന ട്രിബ്യൂണലിൻ്റെ വിചാരണ പൂർത്തിയാക്കിയിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷ കൊടുത്ത് നടപടി പൂർത്തിയാക്കുന്നത് വരെ. അതെന്ന് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എത്ര കാലം കൊണ്ട് ട്രിബ്യൂണലിൻ്റെ ഈ അന്വേഷണം പൂർത്തിയാക്കുമെന്നൊരു ഉറപ്പുമില്ല. അത് എത്ര കാലം വേണമെങ്കിലും നീട്ടിക്കൊണ്ടു പോകാം. ഇനി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ തന്നെ ഷെയ്ഖ് ഹസീനയുടെ അറസ്റ്റ് വാറൻ്റ് ഉണ്ട്. അവരെ ഇന്ത്യ വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ പ്രാണൻ കളയാൻ അവർ ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ചെല്ലണം. ഹസീനയെ കിട്ടിയാൽ പോലും തീരുമോ? പോട്ടെ, ഇതൊക്കെ തീർന്നാൽ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടത്തുമോ? ഈ ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ മരണമണിയാണ് ബംഗ്ലാദേശിൽ മുഴങ്ങിയിരിക്കുന്നത് എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയുടെ നിലപാടാണ്. ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിൻ്റെ വക്താവാണ് ശ്രീ രൺധീർ ജയ്സ്വാൾ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് ഇത്രയും കാലം ഉള്ളതിനേക്കാളും വലിയ ഉത്കണ്ഠയാണ് ബംഗ്ലാദേശിനെ കുറിച്ചുള്ളത്. കാരണം ബംഗ്ലാദേശ് അടുത്ത കാലത്തെങ്ങും ജനാധിപത്യത്തിലേക്ക് തിരിച്ചു വരുന്ന ലക്ഷണം കാണുന്നില്ല എന്ന് മാത്രമല്ല, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രകടമായ അടയാളമായ രാഷ്ട്രീയ പാർട്ടികളെ എന്നേക്കുമായി നിരോധിക്കാൻ അവിടുത്തെ പാവ ഗവൺമെൻറ് തയ്യാറായിരിക്കുന്നു എന്നതും അങ്ങേയറ്റം ആശങ്കാജനകമാണ്. അത് ഇന്ത്യയുടെ മാത്രം ആശങ്കയല്ല, ജനാധിപത്യവാദികളായ ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ആശങ്കയാണ്. നന്ദി, നമസ്കാരം.